മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ അബ്ദുൾ റഹീമുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഒരു ബാലനെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് സൗദി അറേബ്യ അബ്ദുൾ റഹീമിനെതിരെ വധശിക്ഷയായിരുന്നു പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വധശിക്ഷയിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ ഒരൊറ്റ വഴി ആയിരുന്നു ഉണ്ടായിരുന്നത്. 34 കോടി രൂപയിലും അധികം രൂപ ഇന്ത്യൻ രൂപയിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു എമൗണ്ട് സൗദിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന അബ്ദുൾ റഹീമിനെ വിട്ടുതരുമെന്നായിരുന്നു സൗദി അറേബ്യ മുന്നോട്ട് വെച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മലയാളികള് ആ പണം അതുമായി ബന്ധപ്പെട്ട് രംഗത്തിറങ്ങിയ ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്തു. അതിനനുസരിച്ച് അവര് സൗദി ഗവൺമെന്റിന് സൗദിക്ക് കൈമാറുകയും ചെയ്തു. എന്നിട്ട് ഈ ഒരു സമയം വരെയായിട്ട് അബ്ദുൾ റഹീമിനെ സൗദി അറേബ്യ വിട്ടു തന്നിട്ടില്ല. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വാർത്ത കൂടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അബ്ദുൾ റഹീമിന്റെ മോചനം നീളും, 10ാം തവണയും റിയാദ് കോടതി കേസ് മാറ്റി. നമ്മൾ പണം കൊടുത്തതിന് ശേഷം 10ാം തവണയാണ് സൗദി കോടതി ഈ ഒരു വിഷയം നീട്ടിക്കൊണ്ട് പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ബാലനെ കൊലപ്പെടുത്തി എന്ന കേസിൽ ഇതിനോടകം തന്നെ അബ്ദുൾ റഹീം 18 വർഷം ജയിലിൽ കഴിഞ്ഞിരിക്കുന്നു. 18 വർഷത്തോളം ജയിലിൽ കിടന്നു കഴിഞ്ഞു ഇതിനോടകം തന്നെ. എന്നിട്ടും സൗദി പറഞ്ഞത് പണം തന്നു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം തീർപ്പാവുമെന്ന്. നമ്മൾ അതിനനുസരിച്ച് പണം കൊടുത്തു. ആ പണം കൊടുത്തിട്ട് പോലും എന്തുകൊണ്ടാ അബ്ദുൾ റഹീമിനെ വിട്ടുതരാത്തത്? ഇത് പരമാവധി നീട്ടിക്കൊണ്ടുപോവുക. ഈ സൗദി അറേബ്യ ഈ ഒരു വിഷയത്തിൽ ഒരു മാന്യത പോലും പുലർത്തുന്നില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യ. നമ്മൾ പണം കൊടുത്തിട്ട് ഏകദേശം ഇപ്പൊ ഒരു വർഷമൊക്കെ ആവാനാവുന്നു. ഒരു ജാമ്യം പോലും ഈ ഒരു സമയം വരെ അബ്ദുൾ റഹീമിന് സൗദി കോടതി അനുവദിച്ചിട്ടില്ല. അല്ല, എനിക്ക് തീരെ മനസ്സിലാവാത്തത്, ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ വിഷയം സൗദി അറേബ്യ നമ്മളിൽപ്പെട്ട മലയാളിയോട് ചെയ്തിട്ട് എന്തുകൊണ്ടാ നമ്മുടെ കേരളത്തിൽ ഇതിനെതിരെ സൗദി അറേബ്യക്കെതിരെ ഒരു പ്രതിഷേധം ഉയരാത്തത്? നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാ സൗദി അറേബ്യക്കെതിരെ, സൗദി അറേബ്യയുടെ ഭരണാധികാരികൾക്കെതിരെ ഈ വിഷയത്തിൽ ഒരക്ഷരം മിണ്ടാത്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സൗദി അറേബ്യ പറഞ്ഞതുപോലെ നമ്മൾ പണം കൊടുത്തോ, നമ്മൾ പണം കൊടുത്തു തന്നെയാ നീതി അവിടെ നിന്ന് വാങ്ങുന്നത്. അത് അവിടെയുള്ള ഒരു സിസ്റ്റമാണ്. പണം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഡീലാവും എന്നുള്ളത്. അതിനനുസരിച്ച് നമ്മൾ പണം കൊടുത്തു. എന്നിട്ടും നമ്മുടെ അബ്ദുൾ റഹീമിനെ വിട്ടുതരുന്നില്ല. അതിനെതിരെ ഇവിടെ ഒരു പ്രതിഷേധം പോലും ഉയരുന്നില്ല. അല്ല, നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അമേരിക്ക നമ്മുടെ രാജ്യത്തെ പൗരന്മാര് അനധികൃതമായിട്ട് അമേരിക്കയിലേക്ക് പോയതിന് അവിടെ എത്തിയ ആളുകളെ അമേരിക്ക അറസ്റ്റ് ചെയ്ത് കൈവിലങ്ങ് വെച്ച് തിരിച്ചയച്ചതിനെതിരെ ഇവിടെ എന്തൊക്കെ ബഹളമായിരുന്നു. ഒരുപാട് ആളുകള് ചാനൽ ചർച്ചയിൽ പോലും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, സൈനിക വിമാനത്തിൽ ബാത്റൂം സൗകര്യം പോലുമില്ല, വലിയ മനുഷ്യാവകാശ ലംഘനമാണ് എന്നൊക്കെയായിരുന്നു ഇവിടെ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നത്. അമേരിക്കക്കെതിരെ ആവുന്നതുപോലെ മൗദൂദികൾ മുതൽ സകല മാധ്യമങ്ങളും ഇവിടെ ഇരുന്ന് വലിയ വലിയ ചർച്ചകള്, പ്രതിപക്ഷ പാർട്ടികൾ വലിയ രീതിയിൽ ഇവിടെ ചർച്ചയായിരുന്നു. അല്ല, അവരൊക്കെ ഇപ്പോ എവിടെ പോയി? നമ്മളിൽപ്പെട്ട ഒരു മലയാളിക്ക് ഒരു ബുദ്ധിമുട്ടിലാ സൗദി അറേബ്യയിലുള്ളത്. അതും അവരാവശ്യപ്പെട്ടതുപോലെ നമ്മൾ പണം കൊടുത്തു. ഇതിനോടകം തന്നെ ബാലനെ കൊലപ്പെടുത്തിയ കേസിൽ 18 വർഷം ജയിലിലും കിടന്നു. അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ ഇന്നും എന്തുകൊണ്ടാണ് സൗദി അറേബ്യ വിട്ടുതരാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാ സൗദി അറേബ്യക്കെതിരെ ഇവിടെ ഒരു പ്രതിഷേധം ഉയരാത്തത്? നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടത്താത്തത്? നമ്മുടെ പ്രതിപക്ഷ ആളുകൾ എന്തുകൊണ്ടാണ് സൗദി അറേബ്യയിലെ ഭരണാധികാരികൾക്കെതിരെ ഒരക്ഷരം മിണ്ടാത്തത്? ബോധമുള്ള ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ബാത്റൂം സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞ് മനുഷ്യാവകാശ ലംഘനം എന്നൊക്കെ നിരന്തരം വിളിച്ചു പറഞ്ഞ ആളുകൾ എന്തുകൊണ്ടാണ് നമ്മുടെ അബ്ദുൾ റഹീമിന് വേണ്ടി സൗദി അറേബ്യക്കെതിരെ ഒരക്ഷരം മിണ്ടാത്തത്? അല്ല, UAE-ക്കെതിരെയും ഇവരാരും തന്നെ ഒരക്ഷരവും മിണ്ടിയിട്ടില്ല. ഈ നോമ്പ് കാലത്തല്ലേ നമ്മൾ മറ്റൊരു വാർത്ത കേട്ടിരുന്നത്, 2 മലയാളികളെ കൊലപ്പെടുത്തി.
ഇതുമായി ബന്ധപ്പെട്ട് ഇതിനൊക്കെ ന്യായീകരിക്കുന്ന ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് നോമ്പിന് മുമ്പേ തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്നൊക്കെ. എന്നാൽ നമ്മുടെ രാജ്യത്തെ നമ്മളൊക്കെ ഈ വിഷയം നമ്മളെയൊക്കെ UAE അറിയിച്ചിട്ടുള്ളത് ഈ നോമ്പ് കാലത്ത് നമ്മളിൽപ്പെട്ട 2 മലയാളികളെ UAE ഭരണാധികാരികൾ കൊലപ്പെടുത്തി. അതിനെതിരെയും ഇവിടെ ഒരു പ്രതിഷേധം നടന്നില്ല. ഇവിടെ പ്രതിഷേധം എന്താ? സൈനിക വിമാനത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് ബാത്റൂം സൗകര്യം പോലും കൊടുത്തിട്ടില്ല. അത് വലിയ മനുഷ്യാവകാശ ലംഘനം എന്നൊക്കെ ആയിരുന്നു ഇവിടെ ചർച്ചകളും പ്രതിഷേധങ്ങളൊക്കെ. ഇവിടെ കൊലപ്പെടുത്തിയിട്ട് ഒരക്ഷരം UAEക്കെതിരെ ഇവിടെ ഒരു മാധ്യമങ്ങളും വേണ്ടിയിട്ടില്ല, ഇവിടെ ഒരു പ്രതിപക്ഷ രംഗത്ത് വന്നിട്ടില്ല, ഇവിടെ ആരും തന്നെ രംഗത്ത് വന്നിട്ടില്ല. സൗദി അറേബ്യയിലൊക്കെയുള്ള ഈ ഒരു വിഷയത്തിൽ, നമ്മുടെ അബ്ദുൾ റഹീമുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ എത്ര നെറികേടാണ് സൗദി അറേബ്യ നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു സമയം വരെയായിട്ട് മലയാളികളെന്ന് നിരന്തരം മനുഷ്യാവകാശം എന്നൊക്കെ പറയുന്ന ആളുകള് സൗദി അറേബ്യക്കെതിരെ ഒരക്ഷരം മിണ്ടാത്തത്? ഇവിടെ ഗാസക്ക് വേണ്ടി, അമേരിക്കക്കെതിരെ വലിയ മനുഷ്യാവകാശ ആളുകളാണ് ഇവിടെ ഉള്ള ആളുകൾ. വലിയ ചർച്ച. നമ്മളിൽപ്പെട്ട ഒരു മലയാളിയോട് സൗദി അറേബ്യ ക്രൂരതയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് സൗദി അറേബ്യക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങള്, പ്രതിപക്ഷം ആർക്കും തന്നെ നാവ് പൊന്തുന്നില്ല. സൗദി അറേബ്യക്കെതിരെ ഒരാള് പോലും ഒരക്ഷരം മിണ്ടുന്നില്ല. ഇതൊക്കെ സകല ആളുകളും തിരിച്ചറിയണം. ഇവിടെ വരുന്ന നമ്മുടെ കേരളത്തിലുള്ള വിഷയങ്ങളിൽ സെലക്റ്റീവായിട്ട് ഇവിടെയുള്ള മാധ്യമങ്ങൾ പ്രതികരിക്കാറുള്ളൂ, ഇവിടെയുള്ള പ്രതിപക്ഷം പ്രതികരിക്കാറുള്ളൂ, മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കാറുള്ളൂ. നമ്മുടെ കേരളത്തിന്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ തുറന്നു കാണിക്കുന്നത്. സൗദി അറേബ്യ ആണെങ്കിൽ, UAE ആണെങ്കിൽ, ഈ രാജ്യങ്ങൾക്കെതിരെ ഒന്നും ഒരു അക്ഷരം ഇവിടെയുള്ള മാധ്യമങ്ങളോ ആരും തന്നെ മിണ്ടില്ല. അതേസമയം നമ്മള് ബോധമുള്ള ഏതൊരു മലയാളിയും നിരന്തരം പറയും നമ്മുടെ അബ്ദുൾ റഹീമിനെ ഇങ്ങോട്ടേക്ക് എത്തിക്കണം, അത് നമ്മുടെ ആവശ്യമാണ്. അതിനി ഏത് സൗദി അറേബ്യ ആണെങ്കിലും അവർ നെറികേട് ചെയ്താൽ നമ്മൾ അത് നെറികേടാണെന്ന് വിളിച്ചു പറയും. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പൗരന്മാരാണ് നമുക്കെന്നും വലുത്. എന്നാൽ ഇവിടെയുള്ള കുറെ മനുഷ്യത്വം പറയുന്ന, ഇവിടെയുള്ള ചില സെലക്റ്റീവായിട്ട് വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന ആളുകളൊക്കെ മൗനത്തിലാ. ഇതൊക്കെ ബോധമുള്ള സകല മലയാളികളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയണം. 10ാം തവണയുമാ അബ്ദുൽ റഹീമിന്റെ വിഷയത്തില് ഈ റിയാദ് കോടതി, സൗദി അറേബ്യ കോടതി നീട്ടിക്കൊണ്ടുപോകുന്നത്. ഈ വിഷയത്തില് വലിയ സംശയമുണ്ട്. സൗദി അറേബ്യ എന്താണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്ന്. ഇതെത്ര തവണയായി? ഇത് വിട്ടുകൊടുക്കാനായിരുന്നു സൗദി അറേബ്യ ഉദ്ദേശിച്ചത് എങ്കിൽ ഇതാ പണം കൊടുത്ത സമയത്ത് തന്നെ വിട്ടുതരാവുന്നതേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ സമയത്ത് പണം കൊടുത്തു, അന്തസ് കാണിക്കേണ്ട സൗദി അറേബ്യ പണം കൊടുത്ത് അത് വാങ്ങി പോക്കറ്റിൽ വെച്ചിട്ട് ഈ സമയം വരെ വിട്ടു തന്നിട്ടില്ല. വർഷമാവാൻ പോകുന്നു, 10ാം തവണയും മാറ്റിവെച്ചിരിക്കുന്നു. എന്താണ് സൗദി അറേബ്യ ഈ വിഷയത്തിൽ കണ്ടിട്ടുള്ളത്? ഒരാളുകളും ഈ വിഷയം ഗൗരവത്തിൽ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.